ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. 2023 പുതിയ പദവിയിൽ അലങ്കരിക്കുന്ന ആൾക്കാരെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് 2023 പിന്നെ ഓരോ പൊസിഷനിലേക്ക് ആൾക്കാർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആ ആൾക്കാർക്ക് പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ഒരുപാട് ഇന്ത്യൻ വംശജർ, നിങ്ങൾക്കറിയാം ഇന്ത്യൻ ജനസംഖ്യ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറി. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിലായി ഇന്ത്യക്കാരുണ്ട്. ആ ഇന്ത്യക്കാർ തന്നെ ഈ രാജ്യങ്ങളിലെല്ലാം ഉയർന്ന പദവി അലങ്കരിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത് നമുക്കൊരു പാരയാണ്. നമുക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചാലേ മതിയാകത്തുള്ളൂ. അപ്പൊ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പുതിയ പദവിയിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പദവിയിലെത്തത് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ PSC ബേസിക്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കോഴ്സ് പർച്ചേസ് ചെയ്യുക. ക്ലാസ്സിലേക്ക് കടക്കാം. അമേരിക്കയിലെ ആദ്യത്തെ വനിതാ സിഖ് ജഡ്ജി ആരാണ്? അമേരിക്കയിലെ ആദ്യത്തെ വനിതാ സിഖ് ജഡ്ജി ആരാണ്? മൻപ്രീത് മോണിക്കയാണ്. ആരാണ്? മൻപ്രീത് മോണിക്കയാണ് അമേരിക്കയിലെ ആദ്യത്തെ വനിതാ സിഖ് ജഡ്ജി. നേപ്പാളിന്റെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? രാംചന്ദ്ര പൗഡലാണ് നേപ്പാളിന്റെ പുതിയ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. ആരാണ് നേപ്പാളിന്റെ പുതിയ പ്രസിഡന്റ്? രാംചന്ദ്ര പൗഡർ ഇട്ട ഒരാളാണ് നേപ്പാളിന്റെ പുതിയ പ്രസിഡന്റ് എന്ന് ഓർമ്മിച്ചാൽ രാംചന്ദ്ര പൗഡലാണ്. ചൈനയുടെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? ചൈനയുടെ പുതിയ പ്രധാനമന്ത്രി ലീ ക്വിയാങ് ആണ്. ലീ ആണ് ചൈനയുടെ പുതിയ പ്രധാനമന്ത്രി. ലീ ക്വിയാങ് ആണ് ചൈനയുടെ പുതിയ പ്രധാനമന്ത്രി. ബംഗ്ലാദേശിന്റെ പുതിയ പ്രധാനമന്ത്രി വെറും ആളല്ല, ചുപ്പു ആണ്. ചുപ്പു ആരാണ്? ബംഗ്ലാദേശിന്റെ പുതിയ പ്രധാനമന്ത്രിയല്ല, പ്രസിഡന്റ് ചുപ്പു ആണ്. ഷഹാബുദ്ദീൻ ചുപ്പു ആണ്. അടുത്തത് വിയറ്റ്നാമിന്റെ പുതിയ പ്രസിഡന്റ് വോ വാൻ തുവോങ് ആണ്. വിയറ്റ്നാം വോ വാൻ തുവോങ്. വിയറ്റ്നാമിൽ ഒരു വാൻ വിളിച്ച് നമുക്ക് പോയാൽ പ്രസിഡന്റിനെ കാണാൻ പറ്റും. വോ വാൻ തുവോങ് ആണ്. അടുത്തത് തുർക്കിയുടെ പ്രസിഡന്റ്, പഠിക്കാൻ എളുപ്പമാണ്. തുർക്കി തൊയ്യിബ് എർദോഗാൻ ആണ് തുർക്കിയുടെ പ്രസിഡന്റ്. ന്യൂസിലൻഡിന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? ന്യൂസിലൻഡ് ഹിപ്കിൻസ് ആണ്. ക്രിസ് ഹിപ്കിൻസ് ആണ് ന്യൂസിലൻഡിന്റെ പുതിയ പ്രധാനമന്ത്രി. അടുത്തത് മാലദ്വീപിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ചൈനീസ് അനുകൂലി ആരാണ്? മാലദ്വീപിന്റെ പുതിയ പ്രസിഡന്റ് ആരാണ്? അദ്ദേഹം ചൈനീസ് അനുകൂലിയാണ്. മുഹമ്മദ് മുയിസു ആണ് മാലദ്വീപിന്റെ പ്രസിഡന്റ്. സ്ലോവാക്യയുടെ പ്രധാനമന്ത്രിയായിട്ട് 4ാം തവണയും അധികാരത്തിലെത്തിയത് റാബർട്ട് ഫിക്കോയാണ് സ്ലോവാക്യയുടെ പ്രധാനമന്ത്രി. അർജന്റീനിയൻ പ്രസിഡന്റായി അധികാരമേറ്റ സാമ്പത്തിക വിദഗ്ധരാണ് ഹവിയർ മിലെ ആണ് അർജന്റീനിയൻ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പൊ അർജന്റീനിയൻ പ്രസിഡന്റ് ആരാണ്? ഹവിയർ മിലെ ആണ്. ന്യൂസിലൻഡിന്റെ പ്രസിഡന്റ് ആരാണ്? പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട കൺസർവേറ്റീവ് നേതാവാണ് ക്രിസ്റ്റഫർ ലക്സൺ. ന്യൂസിലൻഡിന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? ക്രിസ് ഹിപ്കിൻസ് ആണ്. ന്യൂസിലൻഡിന്റെ പ്രധാനമായി തിരഞ്ഞെടുക്കപ്പെട്ട കൺസർവേറ്റീവ് നേതാവാണ് ക്രിസ്റ്റഫർ ലക്സൺ. സിംഗപ്പൂർ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജനായ സാമ്പത്തിക വിദഗ്ധനാണ് തർമൻ ഷൺമുഖരത്നം. ഇത് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് സാധ്യതയുള്ളതാണ്. തർമൻ ഷൺമുഖരത്നം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്താണ്? സിംഗപ്പൂർ പ്രസിഡന്റ് ആണ്. പ്രത്യേകത, സിംഗപ്പൂർ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജനായ സാമ്പത്തിക വിദഗ്ധനാണ് ആര്? തർമൻ ഷൺമുഖരത്നം. അടുത്തത് എന്താണ്? നാറ്റോ സെക്രട്ടറി ജനറലായിട്ട് വീണ്ടും നിയമിതനായ വ്യക്തി ജെൻസ് സ്റ്റോളൻബർഗ് ആണ്. നാറ്റോ സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ജെൻസ് സ്റ്റോളൻബർഗ്. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന്റെ സാങ്കേതിക ഉപദേഷ്ടാവ്, ടെക്നിക്കൽ അഡ്വൈസർ ആണ് ആര്? മലയാളി നാവികനായ അഭിലാഷ് ടോമി.
അപ്പോൾ അഭിലാഷ് ടോമിയെ എന്തായിട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന്റെ സാങ്കേതിക ഉപദേഷ്ടാവായിട്ടാണ് തെരഞ്ഞെടുത്തത് അഭിലാഷ് ടോമിയെ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുതിയ അധ്യക്ഷൻ ആരാണ്? കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുതിയ അധ്യക്ഷനാണ് മാധവ് കൗശിക്. ആരാണ്? മാധവ് കൗശിക് ആണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുതിയ അധ്യക്ഷൻ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുതിയ ഉപാധ്യക്ഷൻ ആരാണ്? കുമുദ് ശർമ്മയാണ്. കുമുദ് ശർമ്മയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുതിയ ഉപാധ്യക്ഷൻ. ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് കുമുദ് ശർമ്മ. അപ്പൊ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുതിയ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ കൗശലമുള്ള ആരാണ്? മാധവ് കൗശിക് ആണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുതിയ ഉപാധ്യക്ഷനായതൊരു വനിതയാണ്. ആദ്യത്തെ വനിതയാണ് കുമുദ് ശർമ്മ. കേന്ദ്ര സാഹിത്യ അക്കാദമി മലയാള ഭാഷാ കൺവീനറായി തിരഞ്ഞെടുക്കപ്പെട്ടത് KP രാമനുണ്ണിയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മലയാള ഭാഷാ കൺവീനറായി തിരഞ്ഞെടുക്കപ്പെട്ടത് KP രാമനുണ്ണിയാണ്. കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ നിലവിലെ അധ്യക്ഷനാണ് പ്രൊഫസർ V നാഗ്ദാസ്. പ്രൊഫസർ V നാഗ്ദാസ് ആണ് കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ നിലവിലെ അധ്യക്ഷൻ. ആരാണ്? പ്രൊഫസർ V നാഗ്ദാസ്. ദെൻ സശസ്ത്ര സീമാ ബെൽ SSBയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആണ് രശ്മി ശുക്ല. സശസ്ത്ര സീമാ ബില്ല് SSBയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ്? രശ്മി ശുക്ലയാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ ഗാലണ്ടറി മെഡൽ നേടുന്ന ആദ്യ വനിതാ വ്യോമസേന ഉദ്യോഗസ്ഥയാണ് വിംഗ് കമാൻഡറായ ദീപിക മിശ്ര. ഇന്ത്യൻ വ്യോമസേനയുടെ ഗാലണ്ടറി മെഡൽ നേടുന്ന ആദ്യ വനിതാ വ്യോമസേന ഉദ്യോഗസ്ഥയാണ് വിംഗ് കമാൻഡർ ആയിട്ടുള്ള ദീപിക മിശ്ര. ഇന്ത്യയിലെ US സ്ഥാനാപതി ആരാണ്? എറിക് ഗർസോട്ടിയാണ്. ഇന്ത്യയിലെ US സ്ഥാനാപതിയാണ് എറിക് ഗർസോട്ടി. എറിക് ഗർസോട്ടി. അടുത്തത് പാട്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനായ മലയാളി ആര്? ജസ്റ്റിസ് K വിനോദ് ചന്ദ്രൻ. അപ്പൊ ജസ്റ്റിസ് K വിനോദ് ചന്ദ്രൻ ഒരു ചീഫ് ജസ്റ്റിസ് ആണ്. പാട്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് K വിനോദ് ചന്ദ്രൻ. പാട്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ജസ്റ്റിസ് K വിനോദ് ചന്ദ്രൻ ആണ്. സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷൻ M ഷാജർ ആണ് സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷൻ. കേരളത്തിലെ ആദ്യ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷകയായത് പത്മലക്ഷ്മിയാണ്. കേരളത്തിലെ ആദ്യ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷകയായത് ആരാണ്? പത്മലക്ഷ്മിയാണ്. ലോക കാലാവസ്ഥാ സംഘടന WMOയുടെ പുതിയ പ്രസിഡന്റ് ആര്? അബ്ദുള്ള അൽ മാണ്ടസ് ആണ്. അബ്ദുള്ള അൽ മാണ്ടസ് ആണ് ലോക കാലാവസ്ഥാ സംഘടനയുടെ പുതിയ പ്രസിഡന്റ്. ലോക കാലാവസ്ഥാ സംഘടനയുടെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരു ഇന്ത്യക്കാരനാണ്. മൃത്യുഞ്ജയ് മൊഹാപത്ര ആണ്. മൃത്യുഞ്ജയ് മൊഹാപത്ര ലോക കാലാവസ്ഥാ സംഘടനയുടെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരനാണ് മൃത്യുഞ്ജയ് മൊഹാപത്ര. UN ഔട്ടർ സ്പേസ് അഫയേഴ്സിന്റെ യുണോസയുടെ ഡയറക്ടറായിട്ട് നിയമിക്കപ്പെട്ട ഇന്ത്യൻ വംശജയാണ് ആരതി ഹൊല്ല മെയ്നി. നമുക്ക് പണി തരുന്നതാണ്, പക്ഷേ പഠിച്ചേ പറ്റുള്ളൂ. ലോക കാലാവസ്ഥാ സംഘടനയുടെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് മൃത്യുഞ്ജയ് മൊഹാപത്ര. UN ഔട്ടർ സ്പേസ് അഫയേഴ്സിന്റെ ഡയറക്ടറായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ ആരതി ഹൊല്ല മെയ്നിയാണ്. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് അരിന്ദം ബാഗ്ചിയാണ്. അരിന്ദം ബാഗ്ചിയാണ് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായിട്ട് നിയമിതനായത്. ആരാണ്? അരിന്ദമാണ്. അരിന്ദം. അടുത്തത് നിലവിലെ UPSC ചെയർമാൻ ആരാണ്? നിലവിലെ UPSC ചെയർമാൻ മനോജ് സോണിയാണ്. മനോജ് സോണിയാണ് നിലവിലെ UPSC ചെയർമാൻ. സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ മേധാവി ധീരജ് ചോപ്രയാണ്. എന്താണ്? സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ സെൻട്രൽ ബ്യൂറോ ആണ്. ഇതിന്റെ മേധാവി ധീരേന്ദ്ര ഓജയാണ്. ധീരേന്ദ്ര ഓജ. ട്വിറ്ററിന്റെ പുതിയ CEO ആരാണ്? ട്വിറ്ററിന്റെ പുതിയ CEO ആണ് ലിൻഡ യാക്കാരിനോ. എന്താണ്? ലിൻഡ യാക്കാരിനോയാണ് ട്വിറ്ററിന്റെ പുതിയ CEO. നിങ്ങൾ ഇത് ജസ്റ്റ് കേട്ടിരുന്നാലും ഓപ്ഷൻ കാണുമ്പോൾ ഓർമ്മ വരും. ട്വിറ്ററിന്റെ പുതിയ CEO ആരാണ്? ലിൻഡ യാക്കാരിനോയാണ്. ലോക കാലാവസ്ഥാ സംഘടനയുടെ ആദ്യത്തെ വനിതാ സെക്രട്ടറി ജനറൽ ആണ് സെലസ്റ്റ സൗലോ. അപ്പൊ സെലസ്റ്റ സൗലോ ആരാണ്?
ലോക കാലാവസ്ഥാ സംഘടനയുടെ ആദ്യത്തെ വനിതാ സെക്രട്ടറി ജനറലാണ് സെലത്ര സൗല. ദെൻ കേരള അക്കൗണ്ടന്റ് ജനറലായി ചുമതലയേറ്റ ഉത്തർപ്രദേശ് സ്വദേശി ആരാണ്? അദൂർവ സിൻഹയാണ്. കേരള അക്കൗണ്ടന്റ് ജനറലായി ചുമതലയേറ്റ ഉത്തർപ്രദേശ് സ്വദേശിയാണ് അദൂർവ സിൻഹ. കേരള ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിമാരായി നിയമിതരായവരാണ് ജോൺസൺ ജോൺ, ജി ഗിരീഷ്, സി പ്രദീപ് കുമാർ. ജോൺസൺ ജോൺ, ജി ഗിരീഷ്, സി പ്രദീപ് കുമാർ. ജസ്റ്റ് ഓർമ്മിച്ചിരുന്നാൽ മതി. കേരള കലാമണ്ഡലം വൈസ് ചാൻസലറായത് പ്രൊഫസർ ബി ആനന്ദകൃഷ്ണനാണ്. കേരള കലാമണ്ഡലം വൈസ് ചാൻസലറായത് ആരാണ്? പ്രൊഫസർ ബി അനന്തകൃഷ്ണനാണ്. ആഗോള ഉപഭോക്തൃ ഉൽപ്പന്ന കമ്പനിയായ യൂണിലിവറിന്റെ നേതൃത്വ നിരയായി യൂണിലിവർ ലീഡർഷിപ്പ് എക്സിക്യൂട്ടീവിലേക്ക് നിയമിതയായ മലയാളിയാണ് പ്രിയ നായർ. അപ്പൊ യൂണിലിവറിന്റെ എക്സിക്യൂട്ടീവ് ലീഡർഷിപ്പ് കിട്ടിയത് ആർക്കാണ്? പ്രിയ നായർക്കാണ്. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ഡിജിറ്റൽ ഫൗണ്ടേഷന്റെ പ്രസിഡന്റ് ആയിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് കെ മാധവനാണ്. കെ മാധവൻ. നാവികസേനയുടെ പടിഞ്ഞാറൻ കപ്പൽപ്പടയുടെ കമാൻഡിംഗ് ഓഫീസറായി ചുമതലയേറ്റ മലയാളിയാണ് അഡ്മിറൽ സി ആർ പ്രവീൺ നായർ. അപ്പൊ അഡ്മിറൽ സി ആർ പ്രവീൺ നായർ ആണ് നാവികസേനയുടെ പടിഞ്ഞാറൻ കപ്പൽപ്പടയുടെ വെസ്റ്റേൺ ഫ്ലീറ്റിന്റെ കമാൻഡിംഗ് ഓഫീസറായി ചുമതലയേറ്റ മലയാളി. ആരാണ്? അഡ്മിറൽ സി ആർ പ്രവീൺ നായർ. മുഖ്യ വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തുന്ന ആദ്യത്തെ ദളിത് വിഭാഗക്കാരനാണ് ഹീരാലാൽ സാമരിയ. അപ്പൊ മറക്കരുത്, മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സാമരിയാണ്. ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ ദളിത് വിഭാഗക്കാരനാണ് ഹീരാലാൽ സാമരിയ. മുത്തൂറ്റ് മെർക്കന്റൈൻ ലിമിറ്റഡിന്റെ ബ്രാൻഡ് അംബാസിഡർ കരീന കപൂർ. മുത്തൂറ്റിൻ്റെത് ആരാണ്? കരീന കപൂർ ആണ്. നാവികസേനയില് ചീഫ് ഓഫ് പേഴ്സണൽ ആയിട്ട് ചുമതലയേറ്റത് വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനാണ്. നാവികസേനയില് ചീഫ് ഓഫ് പേഴ്സണൽ ആയിട്ട് ചുമതലയേറ്റത് വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനാണ്. ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ലീഗൽ മെട്രോളജിയുടെ മലയാളിയായ പ്രസിഡന്റ് ആണ് ഡോക്ടർ ബോബ് ജോസഫ്. ഇതൊക്കെ ജസ്റ്റ് ഓർമ്മിച്ചിരുന്നാൽ മതി. അടുത്തത് പ്രധാനപ്പെട്ടതാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ ദിവ്യ എസ് അയ്യർ ആണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ ദിവ്യ എസ് അയ്യർ ആണ്. പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി നിയമിതനായ ചലച്ചിത്ര നടനാണ് ആർ മാധവൻ. ആരാണ്? ആർ മാധവൻ. അടുത്തത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ചെയർമാൻ പ്രമോദ് അഗർവാള്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ചെയർമാൻ ആരാണ്? പ്രമോദ് അഗർവാൾ ആണ്. അടുത്തത് കേരള ഹൈക്കോടതിയുടെ 38ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആശിഷ് ജെ ദേശായി ആണ്. ആശിഷ് ജെ ദേശായി ആണ് കേരള ഹൈക്കോടതിയുടെ 38ാമത് ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനായത്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അഡ്വക്കേറ്റ് എ റഷീദ് ആണ്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനാണ് അഡ്വക്കേറ്റ് എ റഷീദ്. സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസിന്റെ പുതിയ ചെയർമാനാണ് സഞ്ജയ് കുമാർ അഗർവാള്. എന്താണ്? ഇൻകം ടാക്സിൻ്റെതാണ്. കസ്റ്റംസിന്റെ ചെയർമാനാണ് സഞ്ജയ് കുമാർ അഗർവാള്. അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദേശീയ ഹരിത ട്രൈബ്യൂണൽ ചെയർമാൻ പ്രകാശ് ശ്രീവാസ്തവയാണ്. പ്രകാശ് ശ്രീവാസ്തവയാണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ ചെയർമാൻ. കോസ്റ്റ് ഗാർഡ് ഡയറക്ടർ ജനറൽ രാകേഷ് പാലാണ്. രാകേഷ് പാൽ. ദെൻ അടുത്ത ചോദ്യം ഇമ്പോർട്ടന്റ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്കുള്ള സ്റ്റേറ്റ് സ്വീപ്പ് ഐക്കൺ ഓഫ് കേരളയായി തെരഞ്ഞെടുത്തത് മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിനെയാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്കുള്ള സ്റ്റേറ്റ് സ്വീപ്പ് ഐക്കൺ ഓഫ് കേരളയായി തെരഞ്ഞെടുക്കപ്പെട്ടത് മജീഷ്യൻ ഗോപിനാഥ് മുതുകാടാണ്. കർണാടക നിയമസഭാ സ്പീക്കറായ മലയാളിയാണ് യു ടി ഖാദർ. യു ടി ഖാദർ. CBIയുടെ പുതിയ ഡയറക്ടർ ആരാണ്? പ്രവീൺ സൂദാണ്. പ്രവീൺ സൂദാണ് CBIയുടെ പുതിയ ഡയറക്ടർ. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി ചുമതലയേറ്റത് പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ്. വാസ്തവം പറയുന്ന ആളാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ പ്രവീൺ കുമാർ ശ്രീവാസ്തവ. BSFന്റെ ഡയറക്ടർ ആരാണ്? നിതിൻ അഗർവാൾ ആണ്. BSFന്റേത് നിതിൻ അഗർവാള്. റോ എന്താണ്? റിസർച്ച് ആൻഡ് അനാലിസിംഗ് വിങ്. റോയുടെ പുതിയ മേധാവി രവി സിൻഹ. രവി സിൻഹ. നീതി ആയോഗിന്റെ പുതിയ CEO ആരാണ്? BVR സുബ്രഹ്മണ്യമാണ്. നീതി ആയോഗിന്റെ പുതിയ CEO BVR സുബ്രഹ്മണ്യമാണ്.
അടുത്തത് കേരളത്തിന്റെ പുതിയ പോലീസ് മേധാവി ആര്? ഷെയ്ഖ് ദർവേഷ് സാഹിബ്. ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് കേരളത്തിന്റെ പുതിയ പോലീസ് മേധാവി. ലോകബാങ്കിന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് അജയ് ബംഗ. ആരാണ് അജയ് ബംഗ? ലോകബാങ്കിന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് അജയ് ബംഗ. കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി ആര്? ഡോക്ടർ വി വേണു ആണ്. ഡോക്ടർ വി വേണു ആണ് കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ചെയർമാൻ KN ശാന്ത് കുമാർ ആണ്. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ചെയർമാൻ ആരാണ്? KN ശാന്ത് കുമാർ ആണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ഇൻചാർജ് രാഹുൽ നവീൻ ആണ്. ഇനി യൂട്യൂബ് CEO ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജനാണ് നീൽ മോഹൻ. ആരാണ്? നീൽ മോഹൻ. അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒഡീഷ നിയമസഭയുടെ ആദ്യ വനിതാ സ്പീക്കറായി ചുമതലയേറ്റത് പ്രമീള മാലിക് ആണ്. ഒഡീഷ നിയമസഭയുടെ ആദ്യ വനിതാ സ്പീക്കറായി ചുമതലയേറ്റത് പ്രമീള മാലിക് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പദവിയിലെത്തിയ 2023 റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻസിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ നിങ്ങൾ പഠിക്കുക, റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. അത് മാത്രമല്ല, നിങ്ങൾക്ക് മോഡൽ എക്സാംസ് 15 സെറ്റ് വർക്കൗട്ട് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ PSC ബേസിക്സിന്റെ ആപ്പ് എടുക്കാം. യൂണിവേഴ്സിറ്റി LGS മെയിൻസ് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ സെറ്റാണിത്. തീർച്ചയായിട്ടും ഉപയോഗപ്പെടും. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.